ഹായ് ഗൈസ്, പ്രീ ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ 9ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല പല്ലുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ റൂട്ട് കനാൽ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പെയിനൊക്കെ കാരണം വീഡിയോ ഒന്നും എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നാണെങ്കിൽ വാമപ്പിൻ്റെ എക്സസൈസിന് പുറമേ ആയിട്ട് ഹസ്ബൻഡ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് എന്ന് പറഞ്ഞു തന്നിരുന്നത് ഹാൻഡ് സ്ട്രെങ്തിനുള്ള കുറച്ച് എക്സസൈസ് കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടെയാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പുഷപ്പ് എനിക്ക് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന നിലയിൽ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു, ഇതുപോലൊരു വാളിൽ 2 കൈയും വച്ചതിന് ശേഷം ഫുൾ പ്രഷർ ആ കൈക്ക് കൊടുത്ത് പറ്റുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 5 ടൈംസ് അങ്ങനെ ചെയ്തായിരുന്നു. വൈകുന്നേരം ഒരു 6 മണി ആ ഒരു ടൈമിലാണ് വാമപ്പിൻ്റെ എക്സസൈസ് ചെയ്ത് തുടങ്ങിയത്. ബാക്കിയെല്ലാം റെഗുലറായിട്ട് ചെയ്യുന്ന എക്സസൈസ് തന്നെയാണ് ഫോളോ ചെയ്തത്. മോന് കേറ്റസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇന്നത്തെ റൊട്ടീൻ രാവിലെ 1 കപ്പ് ചായയും പിന്നെ കാപ്പിക്ക് 2 ദോശയും കടലക്കറിയാണ് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് പയറ് കഞ്ഞിയും ചമ്മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈവനിങ് വന്നിട്ട് കട്ടൻ കാപ്പിയാണ് ഇട്ട് കുടിച്ച്. പിന്നെ അതിനുശേഷം വാമപ്പിൻ്റെ എക്സസൈസ് എല്ലാം ചെയ്തതിന് ശേഷം നൈറ്റ് വന്നിട്ട് 2 ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് 5000 സ്റ്റെപ്പ് കൗണ്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ഡേയ്സ് ചലഞ്ച് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിട്ട് തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ ഇടയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ വയ്യാകിയൊക്കെ വരുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. വീഡിയോസ് എടുക്കുന്ന ദിവസമാണ് അന്നന്നുള്ളത് അപ്ലോഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. 2026 മുന്നേ 10 ഡേയ്സ് അങ്ങനെ കൗണ്ട് ചെയ്താണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ 2026 തുടങ്ങിയിട്ട് 3 ഡേയ്സ് ആയി. നാളെയും കൂടെ ആകുമ്പോഴേ 10 ഡേയ്സ് ചലഞ്ച് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇത് റെഗുലറായിട്ട് ചെയ്തവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും 10 ഡേയ്സ് ചലഞ്ച് കംപ്ലീറ്റ് ആയി കാണും. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഷെയർ ചെയ്യുക. ചലഞ്ച് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സീ യു ടുമാറോ. ബൈ.